അപ്പൊ ഇത് എല്ലാ സ്വഹാബിമാരുടെയും ഒരു സ്വപ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി തങ്ങളോടുള്ള സാമീപ്യം കിട്ടുക. മഹാനായ റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഇതുപോലെ എപ്പോഴും രാത്രി ഖിദ്മത്ത് എടുക്കുന്ന സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു ദിവസം രാത്രി എഴുന്നേറ്റപ്പോ ചോദിച്ചത് നിങ്ങൾക്കറിയാം, സൽനി യാ റബീഅ, എന്താ നിനക്ക് വേണ്ടി ചോദിച്ച ചോദ്യം സ്വർഗത്തിൽ കിടക്കണമെന്നാണോ? അല്ല, സ്വർഗം മോശമായിട്ടല്ല, സ്വർഗം വലിയ ഉന്നതമായ ആകർഷണീയമായ മോഹനീയമായ വിധാനമാണ്. പക്ഷേ ചോദിച്ച ചോദ്യം അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്നാണ്. നബിയെ, സ്വർഗത്തിൽ അങ്ങയോടൊപ്പമുള്ള ആ അനന്യ ലഭ്യമായ സാമീപ്യത്തിന്റെ അവസരം എനിക്ക് വേണം നബിയെ എന്ന് മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. ഇതുപോലെയാണ് ഓരോ സ്വഹാബിമാരും, എല്ലാ സ്വഹാബിമാരും മോഹിക്കുന്നതും ആഗ്രഹിക്കുന്നതും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പമുള്ള ആ ദുനിയാവിൽ ലഭിച്ച സാമീപ്യം. അത് നൈമിഷികമായ ലോകമാണ്, ശാശ്വതമായ ലോകമല്ല. നശ്വരമായ ലോകത്തിൽ നിന്ന് മാറി അനശ്വരമായ നശിക്കാത്ത ലോകത്തേക്ക് ഞാൻ എത്തുമ്പോ അവിടെ കാലാകാലം നബി തങ്ങളുടെ കൂടെ ഇതുപോലെ സാമീപ്യം ഉണ്ടാകണം. അതാണ് സ്വർഗത്തെക്കാൾ സുന്ദരമെന്ന് ഓരോ സ്വഹാബിയും ആഗ്രഹിക്കുന്നു, മോഹിക്കുന്നു.